യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്ന് ബുധനാഴ്ചയാണ്. നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന നല്ല ദിവസമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടുകളിൽ പുൽക്കോട് ഒരുക്കിയവരും ഒരുക്കുന്നവരും ഒരു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങുന്നവരും ഒക്കെയുമുണ്ട്. നല്ല ഭക്ഷണം തയ്യാറാക്കുവാൻ, ബന്ധുക്കളുടെ ഭവനങ്ങളിലൊക്കെ പോകുവാൻ, സന്തോഷത്തോടെ ആയിരിക്കാൻ ഒക്കെയുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായിരിക്കട്ടെ. ദൈവികമായൊരു സന്തോഷവും സമാധാനവും കൂട്ടായ്മയും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്കൊരു നല്ല ഭാഗ്യമുണ്ടാകട്ടെ. നല്ല ദിവസങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ പല വീടുകളിലും വഴക്ക് കൂടുന്നത്, പ്രശ്നം കൂടുന്നത്, സമാധാനമില്ലാതാകുന്നത്. പല വീടുകളിലും സമാധാനമില്ലാതാകുന്നത്, സമാധാനമില്ലാതെ പോകുന്നത്, അടിയും വഴക്കും ചീത്തവിളിയെല്ലാം കൂടുന്നത് എല്ലാവരും സന്തോഷിക്കുന്ന ആ ദിവസത്തിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, പക്ഷേ സമാധാനത്തോടെ കഴിക്കാൻ ചിലപ്പോൾ പല വീട്ടുകാർക്കും പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണ് പല സാഹചര്യങ്ങളും. നല്ല വസ്ത്രം മേടിക്കും, പക്ഷെ സന്തോഷത്തോടെ അതിട്ട് പോകേണ്ട സ്ഥലത്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. പല കാരണങ്ങളാൽ. ഇതൊക്കെ നമ്മൾ ഒത്തിരി ജീവിതത്തിൽ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യമാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ, വഴക്കില്ലാതെ, ബഹളങ്ങളില്ലാതെ, അടിപിടിയില്ലാതെ, ചീത്തവിളിയില്ലാതെ, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ഒരു നല്ല ക്രിസ്മസ് ആഘോഷിക്കാൻ ഭാഗ്യം തരണമെന്ന് ആദ്യം പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അത് വേണം. എല്ലാവർക്കും ഇത് ബാധകമായിരിക്കില്ല, എന്നാലും ഇതൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ ബാധകമാണ്. നല്ല വസ്ത്രം മേടിക്കും, പക്ഷേ അത് സന്തോഷത്തോടെ ഇട്ട് പോകാൻ പറ്റിയ അന്തരീക്ഷം വരില്ല. നല്ല വസ്ത്രം മേടിക്കുമെങ്കിൽ അത് നല്ലപോലെ സന്തോഷത്തോടെ അത് ധരിച്ച് പോകാൻ, നല്ല ഭക്ഷണം മേടിച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കഴിക്കുവാൻ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഒരുമിച്ച് പള്ളിയിൽ പോകാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ, ഒരുമിച്ച് സന്തോഷം അനുഭവിക്കാൻ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളെയും നല്ലൊരു ക്രിസ്മസിനായി ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. സഭാപ്രസംഗകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. സഭാപ്രസംഗകൻ്റെ പുസ്തകം 3-ാം അധ്യായം ഹെഡിങ് എന്നാണെന്നറിയാമോ? ഓരോന്നിനുമുണ്ട് സമയം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മളത് പറയാറുണ്ട് മനുഷ്യരോട് സാധാരണ ഭാഷയിൽ. ആ വ്യക്തിയുടെ നല്ല സമയമാണ്, നിൻ്റെ സമയം വളരെ മോശമാണ്, ഇതൊക്കെ നമ്മൾ പറയാറുള്ള, സാധാരണ വർത്തമാനത്തിൽ പറയാറുള്ള കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ഓരോന്നിനുമുണ്ട് സമയം. ഈ വചനം എന്തുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്? നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ സമയമായതുകൊണ്ടാണ്. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്, ആ സമയത്താണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ വചനം കേൾക്കാൻ നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊതിയും ആഗ്രഹവും ഉണ്ടായേ. വാക്യം 1-ാമത്തെ വാക്യം, 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് താഴെയുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. 2 വാക്കുണ്ട്. ഒരു സമയമുണ്ട്, ഒരവസരമുണ്ട്. ഇതെല്ലാ വ്യക്തികൾക്കുണ്ട്. ഒരു നല്ല സമയമുണ്ട്, ദൈവം രക്ഷപ്പെടാൻ തരുന്ന നല്ല അവസരമുണ്ട്. അന്നേരം അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. അന്നേരം അത് ഉപയോഗിക്കണം. അന്നേരം അത് കൂട്ടുകൂടി ഉഴപ്പി തെറ്റായി ചിന്തിച്ച് വിമർശിച്ച് കളിയാക്കി പുച്ഛിച്ച് ആ സമയവും അവസരവും കളയല്.
നമുക്ക് ദൈവം തരുന്ന നല്ല സമയവും നല്ല അവസരവും പാഴാക്കാൻ പലരും വരും, പല കൂട്ടുകാരും വരും, പല കാര്യങ്ങളും ജീവിതത്തിൽ വരും. എന്നിട്ട് ദൈവം തന്ന നല്ല സമയവും അവസരവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവും. പിന്നെ പല പ്രാവശ്യം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു പടി കയറാൻ പറ്റാത്ത പോലെ തോന്നും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ദൈവം തരും ഒരു നല്ല സമയം, രക്ഷപ്പെടാനുള്ള നല്ലൊരു അവസരവും. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ എല്ലാവരും കേൾക്കുക. നിങ്ങൾക്ക് ദൈവം രക്ഷപ്പെടാനുള്ള, നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താനുള്ള നല്ല സമയവും നല്ല അവസരവും ദൈവം തരും. എപ്പോഴും ഇല്ല, എപ്പോഴും ജനിച്ച കാലം മുതൽ മരിക്കുന്നവരെയും സമയവും അവസരമില്ല. ദൈവം തരുന്ന സമയം, ദൈവം തരുന്ന അവസരവും പ്രയോജനപ്പെടുത്തുന്നവരാ വിജയിച്ചവർ, രക്ഷപ്പെട്ടവർ. രണ്ടാമത്തെ വാക്യം, ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാൻ മറ്റൊരു കാലം. ആ വാക്യം ശ്രദ്ധിച്ചോ? നടാനൊരു കാലം ഉണ്ടെങ്കിൽ ആ നട്ടതിൽ നിന്ന് ഫലം പറിച്ചെടുക്കാനുള്ള മറ്റൊരു കാലമുണ്ട്. നടുന്ന ഉടനെ ഫലം പറിക്കത്തില്ല. നടാനൊരു സമയമുണ്ട്, ആ സമയത്ത് നടണം. ഇപ്പോൾ നമ്മളും പ്രാർത്ഥനയിൽ നടുന്നവരാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥനാ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ചില സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ നടുകയാണ്. അത് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമനുഭവിക്കുന്ന, ആ നട്ടത് പറിച്ചെടുക്കുന്നൊരു കാലമെന്ന പോലെ ഫലം പറിച്ചെടുക്കുന്ന, നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ, വചനം കേൾക്കുന്നതിൻ്റെ ഫലം, അനുഗ്രഹം പറിച്ചെടുക്കുന്ന മറ്റൊരു സമയമുണ്ട്, മറ്റൊരു കാലവുമുണ്ട്. ഇന്ന് വചനം കേട്ടത് സത്യമാണെങ്കിൽ എഴുതി വച്ചോ. ആ അനുഗ്രഹം അനുഭവിക്കാൻ കഴിവുള്ള മറ്റൊരു കാലമുണ്ട്, മറ്റൊരു സമയം. ഇതൊരവസരമാണ്. ഇത് ദൈവം തരുന്ന ഒരുക്കിയ ഒരു സമയമാണ്. നാളെ ക്രിസ്മസാണ്, നാളെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് രാത്രി പള്ളിയിൽ പോകും, ചിലപ്പോൾ നാളെ രാവിലെ പള്ളിയിൽ പോകും. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ. പുതിയ വർഷം 2026 ജനുവരി മാസം 5 മുതൽ ഫെബ്രുവരി മാസം 6 വരെ ഒരു നല്ല സമയം ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഒരുക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കഴിഞ്ഞ വർഷവും പ്രാർത്ഥിച്ചു, ഒത്തിരി അനുഗ്രഹമായിട്ട് മാറി. അതിന് ഈ പ്രാവശ്യം ഒരു ഫോമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ പേര്, അവരുടെ നിയോഗം, അതിൻ്റെ 2 ഭാഗമുണ്ട്. ഒരു ഭാഗം എഴുതി ഇവിടെ വയ്ക്കും, ഒരു ഭാഗം നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ഭവനങ്ങളിൽ ആ നിയോഗത്തോടെ പ്രാർത്ഥിക്കണം. മറ്റ് ചെലവുകളൊന്നുമില്ല. പക്ഷേ അവസരവും സമയവും ഇന്ന് കേട്ട വചനം പോലെയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ രക്ഷപ്പെടുത്താൻ, അവരുടെ സ്വഭാവം രൂപീകരിക്കാൻ ദൈവം തരുന്ന സമയമാണ്, ദൈവം തരുന്ന അവസരമാണ്. നമുക്കത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ മാസം മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് SLC, +1, +2, ഡിഗ്രി, ജർമ്മൻ ഭാഷ, മറ്റു ഭാഷകൾ പഠിക്കുന്നവർ, നഴ്സിംഗ് പഠിക്കുന്നവർ, മെഡിസിന് പഠിക്കുന്നവർ, അതുപോലെ വിവിധ കോഴ്സുകൾ നല്ല നിലയിൽ പഠിക്കുന്നവർ, സ്വപ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ, 1 വയസ്സ് മുതൽ അല്ലെങ്കിൽ 1-ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങൾ, അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, ആരുമാകട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നല്ല ആശീർവാദം നൽകി പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇന്ന് വചനം കേട്ട സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, ശരീരത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വേദനകൾ സകലതും മാറിപ്പോകട്ടെ. അകവും പുറവും, ശരീരത്തിൻ്റെ അകവും പുറവും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. എല്ലാ മാരക രോഗപീഠകൾ മാറിപ്പോകട്ടെ. സമാധാനമുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാകട്ടെ. സന്തോഷമുള്ള കുടുംബ സമാധാനമുള്ളൊരു ദിവസവും നാളുകളും ഉണ്ടാകട്ടെ. വഴക്കുകൾ മാറിപ്പോകട്ടെ. സ്വസ്ഥതയുണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ഈ ക്രിസ്മസിൻ്റെ ദിവസം നല്ലപോലെ ഭക്ഷണം കഴിക്കാനും, നല്ല യാത്രകൾ ചെയ്യാനും, നല്ല സന്തോഷത്തോടെ ആയിരിക്കാനും ഭാഗ്യമുണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന നല്ല ദൈവത്തിൻ്റെ ആ വചനത്തോട് ചേർന്ന്, ആ ദൈവ സാന്നിധ്യത്തിൽ
നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ക്രിസ്മസ് ആണ്. ആയതിനാൽ ധ്യാന ശുശ്രൂഷകൾ നാളെ വ്യാഴാഴ്ച ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ 5:30 മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും. സാധാരണ പോലെയുള്ള വെള്ളിയാഴ്ച ശുശ്രൂഷകൾ, ഏകദിന ധ്യാനം ഉണ്ടായിരിക്കുമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളെയും 5:30 ക്രിസ്മസിൻ്റെ ദിവസമാണ് എങ്കിലും ഒരുമിച്ച് കാണാൻ ഒക്കുന്നവരും കഴിയുന്നവരും ആ ഒരു സാഹചര്യം ഉള്ളവരും ഒരുമിച്ച് കാണുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.